ഹായ് കൂട്ടുകാരെ, കൂട്ടുകാർക്കുള്ള പുതിയൊരു കഥയുമായി ഞാനിതാ എത്തി. ശരി, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഒരു ദിവസം അക്ബർ ചക്രവർത്തിയും ബീർബലും കൂടി പൂന്തോട്ടത്തിലൂടെ വെറുതെ നടക്കുകയായിരുന്നു. അപ്പോൾ അക്ബർ ബീർബലിനോടായി ചോദിച്ചു, ബീർബൽ, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സ്വർണ്ണ നാണയമോ നീതിയോ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടതായി വന്നാൽ നിങ്ങൾ ഇതിൽ എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? അക്ബറിന്റെ ചോദ്യം കേട്ടതും ബീർബൽ ഉടൻ തന്നെ പറഞ്ഞു, അങ്ങനെ ഒരു അവസരം വന്നാൽ ഞാൻ തീർച്ചയായും സ്വർണ്ണ നാണയം തന്നെ തിരഞ്ഞെടുക്കും പ്രഭു. ബീർബൽ, താങ്കൾ എൻ്റെ ചോദ്യത്തിന് ആലോചിക്കാതെയാണ് മറുപടി പറഞ്ഞതെന്ന് തോന്നുന്നു. നിങ്ങൾ നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇത് കേട്ട ബീർബൽ അക്ബറിനോട് വീണ്ടും പറഞ്ഞു, ഇതിൽ ആലോചിക്കേണ്ടതായ ഒന്നും തന്നെ ഇല്ല ചക്രവർത്തി. ഞാൻ തീർച്ചയായും സ്വർണ്ണ നാണയം തന്നെ തിരഞ്ഞെടുക്കും. ബീർബലിന്റെ വാക്കുകൾ കേട്ട അക്ബർ തീർത്തും നിരാശനായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ കരുതിയിരുന്നത് കൊട്ടാരത്തിലെ മറ്റംഗങ്ങളെ പോലെ അങ്ങ് അത്യാഗ്രഹിയല്ല എന്നാണ്. പക്ഷേ നിങ്ങൾ എൻ്റെ ധാരണ തെറ്റിച്ചു. എന്നാലും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വർണ്ണ നാണയം തന്നെ തിരഞ്ഞെടുത്തതെന്ന് പറയാമോ? അക്ബറിന്റെ വാക്കുകൾ കേട്ട ബീർബൽ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാനായ അക്ബർ ചക്രവർത്തിയുടെ രാജ്യത്തിൽ നീതിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പ്രഭു. അതുകൊണ്ട് തന്നെ എനിക്ക് നീതി പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ അങ്ങയുടെ കയ്യിൽ നിന്നും സ്വർണ്ണ നാണയം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്വർണ്ണ നാണയം തിരഞ്ഞെടുത്തത്. നീതിമാനായ അക്ബർ ചക്രവർത്തിക്ക് ബീർബലിന്റെ വാക്കുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. ബീർബലിന്റെ ബുദ്ധിവൈഭവത്തിൽ സന്തുഷ്ടനായ രാജാവ് അദ്ദേഹത്തിന് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്തു. കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടമായോ? ശരി, വീണ്ടും അടുത്ത കഥയുമായി ഉടനെ വരാം.